ഹൈ ടെക്നൂസ്, മൈ ഡിയർ പാരന്റ്സ്, ഈശ്വരിക്കട്ടെ. അപ്പോ നമ്മുടെ 14ാമത്തെ ആഴ്ചയാണ് നമ്മൾ ഇന്നത്തെ ദിവസം. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ഓണമൊക്കെ കഴിഞ്ഞു. ഓണത്തിൻ്റെതായ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ പൊളിച്ച് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. കുറെ ഫോട്ടോസ് ഒക്കെ കണ്ട് എല്ലാവരും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണം ഡ്രസ്സിൽ ഓണപ്പൂക്കൾ ഇടുന്നതും ഫുഡ് കഴിക്കുന്നതും പിന്നെന്താ പറയാ ഓണത്തിൻ്റെതായ ട്രഡീഷണൽ ഡ്രസ്സസിൽ വന്നതും എല്ലാം അടിപൊളി. അത് മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു എന്താ പറയാ ചെറിയൊരു ഫോട്ടോ നമ്മൾ റെഡിയാക്കിയായിരുന്നു. അത് വേറെ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനത്തെ ഫോട്ടോസ് കിട്ടി. അപ്പൊ തന്നെ ഞാൻ ഗ്രൂപ്പിലിട്ട് നിങ്ങൾ എല്ലാവരും ഇടാൻ പറ്റുന്നവർ ഇടുക എന്ന് പറഞ്ഞു. കുറച്ച് പേരിട്ട് ആയിട്ടവരൊക്കെ ഞാൻ അതിൽ കയറ്റി. ഞാനന്ന് നടന്നപ്പോ 2 മണി. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് തലേദിവസം ഓണമല്ലോ, അതായത് നാളെ ഓണം, ഇന്നാണ് എഡിറ്റിംഗ്. നമ്മൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്താണ് കണ്ടത്. അപ്പോൾ ഇനി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് റിയാക്ട് ചെയ്യണം കേട്ടോ. മീൻസ് അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാര്യം അറിഞ്ഞിട്ട് ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് ഇടാൻ ശ്രമിക്കുക. നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ജസ്റ്റ് ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് ഇടാൻ ശ്രമിക്കുക. കുറച്ച് പേര് ഉള്ളതിട്ട് അതിൽ വേറെ റെസ്ട്രിക്ഷൻസോ നിബന്ധനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടൈം മാത്രമാണ് ഞാൻ വെച്ചത്. അത് ഏകദേശം 11 മണി വരെ എനിക്ക് അയച്ചവരെ എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അത് എനിക്ക് പിറ്റേ ദിവസം അയച്ചപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തു. അപ്പോൾ അടുത്തത് ഇനിയും ആഘോഷങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി മുന്നിട്ട് ഇറങ്ങി നമ്മൾ ചെയ്യണം. എനിവേ, എന്തായാലും ഫോട്ടോ അയച്ചവർക്കും അവരുടെ പാരന്റ്സിന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെന്താ ഓണത്തിൻ്റെതായ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹാപ്പി ആണെന്ന് മനസ്സിലായി, എല്ലാവരും ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അതിന് വേറെ ഇതൊന്നുമില്ലല്ലോ. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. 14ാമത്തെ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ പതിവെന്നും പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും കൈകൂപ്പി പിടിക്കുക. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുകൊള്ളണം കേട്ടോ. ഈശോയെ, ഞങ്ങൾക്ക് പുതിയൊരു ആഴ്ച കൂടി ദാനമായി തന്നതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇന്നേ ദിവസം നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിച്ച് ഇരിക്കുന്നതിനും പറയുന്ന ആക്ടിവിറ്റികൾ നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്നേ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഞങ്ങൾക്ക് നല്ല കുട്ടികളായി ജീവിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് ദാനങ്ങളും ഫലങ്ങളും അയച്ച് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എല്ലാവരും കണ്ണൂർന്നേ. അപ്പോൾ നമ്മുടെ 14ാമത്തെ ആഴ്ച, നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞ് ആ ഒരു എന്താ പറയാ കുട്ടക്കടിച്ച് നല്ല പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന 14ാമത്തെ ആഴ്ച ഈ ആഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് ആയിരുന്നു, അയ്യോ സാറേ അവരെ ഒരു ചാപ്റ്റർ വിട്ടുപോയി, അടുത്തതിലോട്ട് ചാടിപ്പോയില്ലെന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല, അത് ഭയങ്കര വലിയ സബ്ജക്ട്, ചെറിയ സബ്ജക്റ്റ് ആയിരുന്നു. നമ്മൾ എടുക്കുന്നത് ഇച്ചിരി വലിയ സബ്ജക്റ്റാണ്. അതായത് വേറെ ഒന്നല്ല, ചാപ്റ്റർ നമ്പർ 6 അനുരഞ്ജനം. അപ്പൊ അത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് 2 ക്ലാസ് ആയിട്ട് എടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ മറ്റേത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 6 അനുരഞ്ജനം. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2 ക്ലാസ് ആയിട്ടായിരിക്കും. അതിൽ ക്ലാസ് നമ്പർ 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. നിങ്ങൾ സജ്ജീകരണങ്ങൾ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആവണം. ഇന്ന് ഓക്കെ ആവണം. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയത്. പിന്നെ വേറൊരു മെയിൻ കാര്യമുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞു, ഓണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആക്ടിവിറ്റീസ് കുറച്ച് പെൻഡിങ് ഉണ്ട്. പെൻഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇന്ന് തന്നെ അയക്കണം. അയച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത് അയക്കാൻ മറക്കരുത്. അപ്പൊ തക്രൂസ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടാ. ക്ലാസ് വേറൊന്നല്ല, അനുരഞ്ജനം. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന് തുറക്കുന്ന ചെറിയൊരു കഥയാണ്, മിനിയുടെ ജോസിന്റെയും കഥ. അതായത് മിനിയും ജോസും നല്ല നെയ്ബേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ല അയൽപക്കക്കാരായിരുന്നു.
അവര് ഒരുമിച്ചൊക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, ഒരുമിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ അയൽപക്കത്തില് മക്കളെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ കളിക്കാനൊക്കെ പോയില്ലേ ഒരുമിച്ച്? അതേപോലെ തന്നെ മിനി ദിവസം ഫ്രണ്ട്സ് ആയിരുന്നു, അയൽപക്കക്കാരായിരുന്നു, നല്ല സ്നേഹമുള്ളവരായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ തമ്മിൽ അടികൂടി എന്ന് വെച്ചാൽ പിണങ്ങി കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതായി. പാരന്റ്സ് മിണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? മക്കളും മിണ്ടില്ല. അപ്പൊ മക്കളും മിണ്ടാതെ വന്നപ്പോഴത്തേക്കും അവരുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ ബ്രേക്കായി. പിന്നെ എന്താ പറയാ, അയൽപക്ക സ്നേഹം അതും ബ്രേക്കായി. അങ്ങനെ ടോട്ടലി സ്നേഹമില്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയി. അപ്പൊ അങ്ങനെ എനിക്ക് ഈ സംഭവം പറഞ്ഞിട്ട് വികാരിയച്ഛൻ വരെ നമ്മുടെ പള്ളിയിൽ നമ്മൾ യോജിച്ചില്ല. അതുപോലെ വികാരിയച്ഛൻ വന്നിട്ട് രണ്ട് മാതാപിതാക്കന്മാർ, രണ്ട് പാരന്റ്സിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിന്ന കാര്യങ്ങളാന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞെന്നറിയോ? അതാണ് പോയിന്റ്. നമ്മള് ദൈവമക്കളാണ്. അപ്പൊ നമ്മൾ തമ്മിൽ, ദൈവമക്കളായ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ അവര് തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആർക്കാണ് സങ്കടമാവുക? ദൈവത്തിന് സങ്കടമാവും. അപ്പോ ദൈവമക്കൾ, അതായത് ദൈവത്തിന്റെ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും അടി വീഴുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിനാണ് സങ്കടം വരുള്ളൂ. അപ്പോ ദൈവമക്കളായ നാം പരസ്പരം എന്താ പറയാ, ഷണ്ട കൂടാതെ അല്ലെങ്കിൽ അടിപിടി കൂടാതെ പരസ്പരം സ്നേഹിച്ച് ഒന്നായി തീരാനാണ് വികാരിയച്ഛൻ പറഞ്ഞത്. എന്നിട്ട് അവർ തമ്മിൽ എന്താ കൈക്ക് കൊടുത്ത് സംഭവം സ്നേഹത്തിലാക്കിയിട്ട് വികാരിയച്ഛൻ പോയിരുന്നു. ഇതാണ് ആ കഥ. അപ്പോ വികാരിയച്ഛൻ ആ കഥയില് പാരന്റ്സിനോട് എന്താ പറഞ്ഞ? നമ്മൾ ദൈവമക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കളായ നമ്മള് തമ്മിൽ കലഹിക്കുമ്പോൾ ദൈവത്തിന് ഒരുപാട് സങ്കടമാണെന്നാണ് വികാരിയച്ഛൻ പറഞ്ഞു കൊടുത്തത്. അത് കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞ്, പരസ്പരം ഭിന്നിച്ച് അല്ലെങ്കിൽ പരസ്പരം പിണങ്ങി അകന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മക്കളായി നമ്മൾ തമ്മിൽ ഗ്യാപ്പ് ആകുമ്പോഴത്തേക്കും എന്ത് വരും? ദൈവമായിട്ടും ഒരു അകൽച്ച വരും. ആ അകൽച്ച ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടാണ് വികാരിയച്ഛൻ പറയുന്നത്. ആ സ്റ്റോറിയിൽ പറയുന്ന മെയിൻ കാര്യം അതാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിട്ട് ചില സമയത്ത് ചകട കൂടൂലേ? കൊച്ചു ടി വി വെച്ചാ ഇല്ല, അപ്പൊ പറയും എന്നാ ഞാൻ പിണങ്ങി, ചോറിയൊന്നുമില്ല, അടിയായി, പിടിയായി, ഒച്ചപ്പാടായി, ബഹളായി, കരച്ചിലായി. ലാസ്റ്റ് ഗതി കിട്ടി എന്ത് ചെയ്ത് റിമോട്ട് കൊണ്ട് തരുന്ന വരെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അതൊക്കെ എന്താ പറയാ, ചെറിയ പിണക്കങ്ങളാണ്. ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. അത് കൂടാതെ ഒരു കാര്യങ്ങളിലോട്ട് പോകുമ്പോഴാണ് പാരന്റ്സ് മക്കളായ നിങ്ങളോട് റെസ്ട്രിക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നാണ് വികാരിച്ചും പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ മക്കളായ നമ്മള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് തന്നെ ജീവിക്കണം. പരസ്പരം അടി കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് സങ്കടമാവണേ തമ്പായിരിക്കും. അങ്ങനെ അടിപിടി കൂടിക്കഴിയുമ്പോ നമ്മൾ തമ്മിൽ അകൽച്ചയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരായിട്ടാണ് അകൽച്ചയാവണേ? തമ്പായിട്ടും അകൽച്ച വരും. ഈ കാര്യമാണ് കഥയിൽ പറയുന്നത്. അപ്പോ ഇനി നമുക്ക് എന്താ കാര്യം, അതായത് ഈ സ്റ്റോറി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോവാം. എന്താണ് ഈ ഇങ്ങനെ അടിപിടി കൂടാനും അതിനുശേഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന എന്താ പറയുക ഒരു ചേഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡി അല്ലേ? നോക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ആ സ്റ്റോറി കഴിഞ്ഞു, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. അതിനുശേഷം ഇനി എന്താണ് സംഭവം അതിന് ഡീപ്പായിട്ട് പോകാൻ പോണേ. അപ്പോ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ദൈവസ്നേഹത്തിന്റെ നിരസനമാണ് പാപം. എന്താണ് പാപം? ദൈവസ്നേഹത്തിന്റെ നിരസനമാണ് പാപം. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അറിയാം, നമ്മള് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. സ്നേഹിക്കുക, എന്താ പറയാ, ഹെൽപ്പ് ചെയ്യുക, അവർ കൺസിഡർ ചെയ്യുക, പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ദൈവസ്നേഹത്തിന്റെ എന്താ പറയാ ഒരു പ്രകടമായ അടയാളങ്ങൾ. അപ്പൊ അത്തരത്തിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ളവരെല്ലാവരും നന്മ ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കണം. ഇതാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അതിൽ നിന്നുള്ള ഡൈവേർഷൻ, അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകും. ആരെ മൈൻഡ് ചെയ്യാതെ, പറഞ്ഞാൽ കേൾക്കാതെ, എന്താ പറയാ, അപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ ഇരിക്കും, മടി പിടിച്ചിരിക്കുക, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാതിരിക്കുക, കൊച്ചു ടി വി നിർത്താൻ പറഞ്ഞാൽ നിർത്താതിരിക്കുക, ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അനുസരണക്കേടാണ്, കുറുമ്പ്. കുറുമ്പനും കുറുമ്പിയും കാണിക്കുന്ന കുറുമ്പുകളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇതിന് ജനറൽ ആയിട്ട് പറയുന്നതാണ് പാപം. ചെറിയത്, നിങ്ങൾ കുഞ്ഞു പാവം ഉണ്ടായിരുന്നു, വലിയ പാവമൊന്നുമല്ല, ചെറിയ കുരുത്തക്കേട് എന്ന് പറയാൻ ശ്രമിക്കരുത്. കുറുമ്പ്, നോട്ടി, ഈ സംഭവം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നിലവിൽ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഇപ്പൊ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവസ്നേഹത്തിന്റെ നിരസനമാണ് പാപം. അപ്പൊ പാപം ചെയ്യുന്നത് വഴി നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിനെ നമ്മൾ നിരസിക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പൊ ദൈവം നമ്മളൊരു അകൽച്ച ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
നിങ്ങളൊരു സാധനം അടുക്കളയിൽ കയറി എടുക്കാൻ നോക്കി, സാധനം നിലത്തിട്ട് പൊട്ടി. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അമ്മ വീട്ടിലേക്ക് വരുന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പൊട്ടിച്ച് സംഭവം കുളമാക്കി. നിങ്ങളിങ്ങനെ ടി വി റൂമിൽ അവിടെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അമ്മ വരുന്നു, നിങ്ങൾ അമ്മയുടെ മുഖത്ത് നോക്കോ? ഇല്ല. നിങ്ങൾ നോക്കാതെ മാക്സിമം ആ ഒരു വ്യൂ ഒഴിവാക്കും. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അമ്മ അടുക്കളയിൽ കയറുന്നു, സാധനം കാണുന്നു, മനസ്സിലാക്കുന്നു, വരുന്നു, നിങ്ങളുടെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു പാപം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു പിണക്കം അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭാവ്യമായിട്ട് നമുക്കൊരു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാൻ നോക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവസ്നേഹത്തിന്റെ നിരസനമാണ് പാപം. ഒപ്പം ആ ഒരു പാപം വഴി നമ്മള് ദൈവവുമായിട്ട് ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? പാപം ചെയ്യാതെ ദൈവസ്നേഹത്തിൽ മാത്രം വളരണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. മനസ്സിലായോ? അപ്പോ ദൈവസ്നേഹത്തിന്റെ നിരസനമാണ് പാപം. ആ പാപം വഴി ദൈവമായിട്ട് അകൽച്ച വരും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? പാപങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ സോറിയൊക്കെ പറഞ്ഞ് അമ്മയെ പറ്റിപ്പോയി അല്ലെങ്കിൽ അമ്മയെ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് അപ്പനോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം. സ്നേഹിച്ച് പിന്നെ കണക്റ്റഡ് ആയിട്ട് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, റെഡി ആയിട്ടിരിക്കുക. അതിന് അങ്ങനെ എന്താ പറയുക, ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഏറ്റു പറയുക, തെറ്റ് പറ്റി അമ്മയെ തെറ്റുപറ്റിപ്പോയി ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംഭാഷണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഏറ്റുപറച്ചില് നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മുടെ എല്ലാവരും ചുറ്റുപാടുള്ളവരോടൊക്കെ നമുക്ക് വേണം. അപ്പൊ മാക്സിമം തെറ്റ് പറഞ്ഞത് ഏറ്റു പറയൽ ഒരു ട്രെൻഡ് ആവാതിരിക്കുക. അത് എപ്പോഴും വരുന്ന പിടിച്ചിട്ട് അമ്മ സോറി അപ്പൊ സോറി എന്നല്ല പറയണ്ട. നമ്മള് മാക്സിമം തെറ്റ് പറ്റാതിരിക്കുക. ഈ സോറി പറയുന്ന പരിപാടി കുറയ്ക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. നമ്മുടെ വാവാച്ചീസ്, നമ്മുടെ തക്കുഡൂസ് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോറി പറയാം അല്ലെങ്കിൽ റിഗ്രറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ക്ഷമ യാചിക്കാനുള്ള സന്ദർഭങ്ങൾ മാക്സിമം നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. നമുക്ക് അടുത്ത ക്യാപ്ഷൻ എന്താ സംഭവം വന്നേക്കുന്നത്? ബോഡിയിൽ പാപം നമ്മെ അശുദ്ധരാക്കുന്നു, പാപമോചനം വഴി നാം ശുദ്ധീകൃതരാകുന്നു, ദൈവസ്നേഹത്തിൽ വളരുകയും ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവം? പാപം നമ്മെ അശുദ്ധരാകുന്നു. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ. നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്യൂരിഫൈ ആ ഒരു എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കുറയും. നമ്മുടെ എന്താ പറയാ നമുക്ക് എല്ലാം ടോട്ടലി ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു അശുദ്ധമാകും നമ്മുടെ ശരീരവും മനസ്സും. എന്നിട്ട് പാപമോചനം വഴി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ പാപമോചനം കിട്ടണമെങ്കിൽ നമ്മൾ സോറി പറയുക, നമ്മൾ ആ തെറ്റി ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് ബോൾഡ് ആക്കുക. മാത്രമല്ല ദൈവസ്നേഹത്തിൽ നമ്മൾ വളരുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കട്ടെ. ഇത് ഇച്ചിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്. കാരണം എന്താണെന്നറിയോ? എന്താണ് കാരണം? നിങ്ങൾ അടുത്ത പ്രാവശ്യം കുർബാനക്കുള്ളപ്പാട് നിങ്ങൾ നടത്തും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണ്ട. അല്ലാതെ ചുമ്മാ ഒരു ട്രെൻഡായിട്ട് എടുക്കാതെ കുർബാനക്കുള്ളപ്പാട് എന്നൊക്കെ പറഞ്ഞ സംഭവം വളരെ വലിയൊരു സെറ്റപ്പ്, ഭയങ്കര വലിയൊരു എന്താ പറയാ ഒരു മിറാക്കിളായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം. മനസ്സിലായോ? നമ്മുടെ ഇവിടെ മിറാക്കിൾ എന്ന് പറയുമ്പോൾ എന്നിട്ട് മിറാക്കിൾ ഒരു മിറാക്കിൾ നടക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുർബാനക്കുള്ളപ്പാട്, സ്ഥൈര്യലേഖനം, ജ്ഞാനസ്നാനം, ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ നടക്കേണ്ട ഓരോ മിറാക്കിൾസ് ആണ്. ആ മിറാക്കിൾസിൽ നിങ്ങൾ സംഭവം നിങ്ങളിലൂടെയാണ് മിറാക്കിൾ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫ് ആയിരിക്കണം നിങ്ങളുടെ മിറാക്കിൾ. ഇപ്പൊ എന്താ പറയാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ലൈഫ് ആയിരിക്കണം നിങ്ങളുടെ മിറാക്കിൾ. നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ കൂദാശ സ്വീകരിക്കുമ്പോഴും നിങ്ങൾ പ്യൂരിഫൈഡ് ആയിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുക, പാപത്തോട് മാക്സിമം അകറ്റി നിർത്തുക. അതിനുശേഷം നല്ല കുട്ടികളായിട്ട് നല്ല മാതൃകാപരമായ ജീവിതം നയിക്കണം. ഇതാണ് നമുക്ക് വേണ്ട ഒരേ കാര്യം. സംഭവം മനസ്സിലായല്ലേ? നമ്മള് പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം, പാപത്തെ വെറുക്കണം, പാപമോചനം സ്വീകരിക്കണം, ദൈവസ്നേഹത്തിൽ വളരണം. ഈ 3 കാര്യങ്ങളാണ് ഡാറ്റിൽ നമ്മൾ കണ്ടത് സ്ക്രീനിൽ. ഇനി അടുത്ത കാര്യം അത് നമുക്കൊരു സ്റ്റോറിയാണ്. എന്താണെന്ന് നോക്കാം. എന്തായിരിക്കും സ്റ്റോറി? ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യം എന്താണെന്നറിയാം, സഖ്യയൂസിന്റെ കഥ. അപ്പോൾ ഷോർട്ടായി നമുക്ക് ആ കഥ നേരിട്ട് കാണാം. മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ അവൻ വന്നു. ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ജെറുസലേം. സഖ്യയൂസിന്റെ കഥ കണ്ടില്ലേ? സഖ്യയൂസിന്റെ കഥ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയാലോ സംഭവം. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ,
ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചു, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് സക്കേവൂസ് നന്മയിലോട്ട് വിളിക്കപ്പെടുകയാണ്. അതായത് നന്മ മാത്രം ചെയ്ത് നല്ല സക്കായി അല്ലെങ്കിൽ നല്ല സക്കേവൂസ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പുള്ളി തീരുമാനിച്ചു. അതിന് ആ ഒരു സ്റ്റോറിയാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമാണ് എന്ത് സക്കേവൂസിനെ നന്മയിലോട്ട് നയിച്ചത്, നന്മയിലോട്ട് വിളിക്കപ്പെട്ടത്. അതുപോലെ നമുക്കിങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും. ആ ഓരോ അനുഭവവും നമുക്കൊരു പാഠമായിട്ട് എടുത്തിട്ട് ആ തെറ്റിൽ നിന്ന് നമ്മൾ മാക്സിമം അകന്ന് നിന്നുകൊണ്ട് നന്മയിലൂടെ മാത്രം ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് സക്കേവൂസിന്റെ കഥ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളല്ലേ? ഇനി തൊട്ട് പുസ്തകത്തിന്റെ തൊട്ട് പേജ് നമ്പർ 39 താഴെ ഒരു ക്യാപ്ഷൻ ഉണ്ട്. എന്താ നോക്കി, താഴെ ഏതാ വന്നിരിക്കുന്നത്? അതൊരു പാപത്തിന്റെ ചെറിയൊരു ഡെഫിനേഷൻ ആണ്. ഇത്തിരി കൂടി ഡീപ്പായിട്ടുള്ള ഡെഫിനേഷൻ, സോളിഡ് ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് പാപം? അതാണ് സ്നേഹം തന്നെയായ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നതോ തിരസ്കരിക്കുന്നതോ ആണ് പാപം. സ്നേഹമാണ് ദൈവത്തിന്റെ പ്രമാണങ്ങൾ. ദൈവം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അറിയാലല്ലേ? അതിലോട്ടൊക്കെ വരാം, നമ്മൾ പയ്യെ പോവാം. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ദൈവത്തെ തിരസ്കരിക്കുന്നതോ ലംഘിക്കുന്നതോ നിരസിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് പാപം. അപ്പൊ നമ്മൾ എന്തായാലും എന്താ പറയാ, നന്മയില്ലാത്ത ചെയ്യുന്ന എല്ലാം തിന്മയാണ്. മനസ്സിലായി? അത് മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടിനെ, നമ്മുടെ സൊസൈറ്റിനെ നശിപ്പിക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയറൺമെന്റ്, നമ്മുടെ എന്താ പറയാ, നമ്മൾ വസിക്കുന്ന ആവാസ വ്യവസ്ഥ, ഇതിനെയൊക്കെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളും തിന്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നന്മ ചെയ്ത് നന്നായിട്ട് നമ്മുടെ ശരീരമൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം. അത് തന്നെയാണ് എന്ത് ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യവും നമുക്ക് വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡീലല്ലേ? ഡീല നോ ഡീല പറഞ്ഞോ? എനിക്ക് ഡീല് മതി, അപ്പൊ ഡീലായിട്ട് തന്നെ ഇരിക്കുക. അപ്പോ നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്. അത് മാത്രമാണ് ഇത്ര നമ്മൾ പറഞ്ഞതിന്റെ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് പാപം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി പാപം 2 തരമുണ്ട്. ഏതൊക്കെ? ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പാപം 2 തരം. 1 ഉത്ഭവ പാപം, 2 കർമ്മപാപം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ഉത്ഭവഭാവം? പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കേസല്ലേ? നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞു, ഞാൻ ഇവിടെ കേട്ടോളാം. നിങ്ങൾ അവിടെ പറയുമ്പോൾ ഞാൻ ഇവിടെ കേൾക്കും. അത്ര പവർ ഉണ്ട് എന്റെ ചെവിക്ക്. പറഞ്ഞ എന്താണ് ഉത്ഭവഭാവം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ? ആദിമ മാതാപിതാക്കളുടെ പാപത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ പാപങ്ങളുടെ ഫലമായിട്ടാണ് നാം ജനിക്കുന്നത്. അത് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മള് എന്താ പറയാ, നമ്മുടെ ജനനത്തിലൂടെ തന്നെ നമ്മൾ എന്താ പറയാ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിലോട്ട് എത്തിപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചടങ്ങാണത്. നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു തിയറി. അങ്ങനെ തന്നെയാണ് നമുക്ക് അതിനെ വിശേഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ പാപം ചെയ്ത് എന്താ പറയാ പാപത്തോടുകൂടി ജനിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്കും യോജിപ്പില്ല, അല്ലെങ്കിൽ എങ്ങനെയാണെന്നല്ല. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റി, ആ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന കുറച്ച് തത്വങ്ങൾ, ആ തത്വങ്ങളിൽ ഒന്നാണ് ഉത്ഭവഭാവം. അല്ലാതെ നമ്മൾ ഏറ്റവും കോമണനായിട്ട് ഒരു പാപമില്ലാതെ ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിക്ക് ഉത്ഭവഭാവം ഉണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു പാപം ഇല്ല. പക്ഷെ ഉത്ഭവഭാവം എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കന്മാര് ചെയ്തു. ആപ്പിളൊക്കെ തന്നെ കഥ ഓർമ്മയില്ല. അപ്പൊ ആ പാപം, ആ ഉത്ഭവഭാവം, ആ മീൻസ് ആ ഒരു പാപത്തെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അനുസ്മരണം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക തോട്ടാണ് ഉത്ഭവഭാവം. അല്ലാതെ നിങ്ങൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും യാതൊരു പാപമില്ല. പക്ഷെ നമ്മുടെ ആദിമ മാതാപിതാക്കന്മാര് കാണിച്ചു കൂട്ടിയ സംഭവം, അതായത് ആപ്പിളൊക്കെ തിന്ന പരിപാടിയില്ലേ, അതിന്റെ ഒരു അനുസ്മരണം എന്ന രീതിയിൽ നമുക്ക് നമ്മൾ ഉത്ഭവഭാവത്തോടുകൂടി ജനിക്കുന്നു. എന്നിട്ട് മാമോദിസ വഴി നമ്മൾ അതിൽ നിന്നൊക്കെ ഫ്രീ ആവുകയാണ്. എന്റെ ഒരു ഫ്രീ ആയിട്ട് നല്ല തക്കുടൂസായിട്ട് ഇരിക്കാനില്ലേ, ഇതുപോലെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നല്ല എന്താ പറയാ സ്മാർട്ടായിട്ട് ഇരിക്കണം. അതാണ് സംഭവം. പിന്നെ 2ാമത്തെ കാര്യം കർമ്മപാപം. അപ്പൊ കർമ്മപാപം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കർമ്മപാപം നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തി സ്വന്തം മനസ്സാൽ അറിവോടും സമ്മതത്തോടും കാര്യഗൗരവത്തോടും കൂടി ചെയ്യുന്ന ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് കർമ്മപാപം. അത് നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ വീട്ടില് അപ്പം പറയും, പാമോനെ പ്രാർത്ഥിക്കുക, വേണ്ട എനിക്ക് ഗെയിം കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് ടി വി കാണണം, അല്ലെങ്കിൽ എനിക്ക് കഥ പറയണം, അല്ലെങ്കിൽ ഇത് ചെയ്യും. ഒരിക്കലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ പ്രാർത്ഥന മുടക്കിയിട്ടുണ്ടാവില്ല. അതെനിക്കറിയാം.
എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് വീട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പ്രാർത്ഥന മുടക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ബട്ട് അവർ അത് ഞാൻ നോക്കുന്നില്ല. എന്റെ മക്കളുടെ വയസ്സ് ഞാൻ നോക്കിയത് അവരെ പിന്നെ ശരിയാക്കാം. നിങ്ങൾ പഠിച്ചൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നിങ്ങളിലൂടെ നമുക്ക് അവരെ ശരിയാക്കാം. അപ്പൊ പാരന്റ്സിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചേക്ക് അപ്പൊ നമുക്ക് ഡീൽ ചെയ്യാം. അപ്പൊ സംഭവം മനസ്സിലായില്ല. അതായത് അവർ പറഞ്ഞ കാര്യം തന്നെ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അറിവോടും കാര്യഗൗരവത്തോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന കുറെ ഭാഗങ്ങളുണ്ട്. എന്താ പറയാ, പ്രാർത്ഥന എത്തിക്കുന്ന സമയം പ്രാർത്ഥന എത്തിക്കണം, പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണം, നേരത്തെ എത്തണം എന്ന് പറഞ്ഞാൽ നേരത്തെ എത്തണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദ സെയിം ടൈം നിങ്ങൾ സ്കൂളിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ എന്താ പറയാ മാതാപിതാക്കളെ ബഹുമാനിക്കുക, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പണ്ടത്തെ പാപ്പന്മാരൊക്കെ നമുക്ക് പറഞ്ഞു, ഒരാളുടെ എന്താ പറയാ മേത്തറിയാതെ കൈ തട്ടുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടി ഈശോയെ സോറി എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയുമെന്നറിയില്ല, പക്ഷെ നിങ്ങൾ അറിയണം. നിങ്ങൾ നേരെ പാരന്റ്സിനോട് പോയി ചോദിക്കണം. നിങ്ങൾ മുതിർന്നവർ ആരാണെങ്കിലും നിങ്ങൾ അറിയാതെ നിങ്ങൾ കൈ തട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സോറി, അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അങ്കിള്, ആന്റി, അങ്ങനെ ആരാണെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ച് പേര് വിളിച്ചിട്ട് അവരോട് പറയാ സോറി എന്ന് പറയാം. അതൊരു എന്താ പറയുക, ഒരു മര്യാദയാണ്, ഒരു മാനറാണ്. അത് നോക്കുക. അത്തരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് അറിഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്നതാണ് എന്ത്, കർമ്മഭാവം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് അതുപോലെ ചെയ്യുന്ന ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് കർമ്മഭാവം. അപ്പൊ കർമ്മഭാവത്തിന്റെ തന്നെ രണ്ട് വിധം പിന്നെയുണ്ട്. അപ്പൊ അത് നമ്മള് പാപം പഠിച്ചു, പാപത്തിനെ രണ്ട് സ്പ്ലിറ്റ് ആക്കി, ഉത്ഭവഭാവം കർമ്മഭാവം. ഈ കർമ്മഭാവത്തെ നമ്മൾ പിന്നെ സ്പ്ലിറ്റ് ആക്കിയാണ് എന്തായിട്ട് മാരകപാപവും ലഘുപാപവും. മാരകപാപം എന്ന് വെച്ചാൽ എന്താണ് സംഭവം, എന്താണ് മാരകമായിട്ടുള്ള പാപം, ലഘുപാപം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതിനു മുന്നേ. മാരകപാപം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോ എന്താണ് മാരകപാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവപ്രമാണങ്ങളുടെയും തിരുസഭ കൽപ്പനകളുടെയും ഘനമായ ലംഘനമാണ്. അതായത് ഘനമായിട്ടുള്ള ലംഘനമാണ് മാരകപാപം. അതായത് ദൈവപ്രമാണങ്ങള് കുറെ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതോ അല്ലെങ്കിൽ തിരുസഭ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഘനമായിട്ട് വീണ്ടും അല്ലെങ്കിൽ ഘനമായിട്ട് വെച്ചാൽ എന്താ പറയാ പക്ക ടോട്ടലി അറിഞ്ഞ് എല്ലാവിധ ഇതിലോടും കൂടി എന്താ പറയാ തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ലംഘനമാണ് മാരകപാപം. മാരകപാപം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നിത്യജീവനിലേക്കുള്ള വിലയിരുത്തിയവരാണ് നമ്മളെല്ലാവരും. മാമോദിസയിലൂടെ നാം എല്ലാവരും നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ മാരകപാപം ചെയ്യുന്ന വഴി നമ്മൾ നിത്യജീവൻ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഗ്യാപ്പായി പോകും. ദൈവസ്നേഹം ഗ്യാപ്പാവും, നിത്യജീവൻ ഗ്യാപ്പാവും. ടോട്ടലി ഗ്യാപ്പിട്ട് നമ്മൾ എവിടെ പോയി നിൽക്കും? മാരകപാപമൊക്കെ ചെയ്തിട്ട് പട്ടുകുട്ടിയിൽ വീഴും, നരകത്തിൽ പോകും. മനസ്സിലായോ? നമ്മുടെ ലൈഫ് വെറുതെ സ്പോയിലായി പോകും. അപ്പൊ അതുകൊണ്ട് മാരകപാപം ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കുഞ്ഞു ആവാസമല്ലേ, ഡേ ബൈ ഡേ നിങ്ങളിങ്ങനെ പഠിക്കും. അപ്പോൾ മാരകപാപം നമ്മൾ ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ല. മാരകപാപം നമുക്ക് വേണ്ട, ഓക്കെ, ഒരിക്കലും ചെയ്യേണ്ട. അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാരകപാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും കുർബാന സ്വീകരിക്കരുത്. ഇതോ കൺഫെഷൻ, അതായത് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കരുത്. മാരകപാപം എന്താ പറയാ, നമ്മള് ഇപ്പൊ നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ടില്ല, പക്ഷെ ഭാവിയിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോ ഓർത്തിരിക്കണം. ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യം മറക്കരുത്, നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പൊ മാരകപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കാതെ ഒരിക്കലും കുർബാന സ്വീകരിക്കരുത്. ഈശോയെ നമ്മൾ ഉള്ളിലേക്ക് വിളിച്ച് വരുത്തരുത്. കാരണം മനസ്സോടെ ഈശോ വരുന്നത് നമ്മളിപ്പോ എന്താ പറയാ ഭയങ്കര സ്ട്രഗിൾ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കുമ്പസാരിക്കാതെ മാരകപാപം ചെയ്തുകൊണ്ട് നേരെ പോയി തിരുസന്നിധിയിൽ പോയി നിൽക്കരുത്. അത് മറക്കരുത്, ചെയ്യണം. ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും നമ്മൾ എന്താ പറയാ അധികം എന്താ പറയാ ലഘുവായി ലംഘിക്കുക. അതല്ല നിങ്ങൾ പൂർണ്ണ അറിവോ
അല്ലെങ്കിൽ ഇന്നതുപോലെ സംഭവിക്കുന്ന അറിയാതെയൊക്കെ ചെയ്യുന്ന ലംഘനമുണ്ട്. അതാണ് ലഘുഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ മാരകഭാവം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, വളരെ ഡേഞ്ചറസ് ആണ്. ലഘുഭാവം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെയൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ മണ്ടത്തരമായിട്ട് വരും, മണ്ടത്തരത്തിലൂടെ ഭാവം വരും. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കും. ഇപ്പൊ നമ്മൾ എന്താ പറയാ, കുർബാനയ്ക്ക് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുക എന്നുള്ളത്. നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കും. നമ്മുടെ പാരന്റ്സ് റെഡി ആയില്ലെങ്കിൽ ആരാ തെറ്റിയത്? നിങ്ങളാണോ അതോ നിങ്ങളുടെ പാരന്റ്സ് ആണോ? പറ. നിങ്ങൾ പക്ക റെഡി ആയിട്ടിരിക്കുന്നത് 7:30 എത്ര തോന്നുന്നു, 7 മണിയാകുമ്പോൾ കുളിച്ച് റെഡി ചെയ്ത് നല്ല സെറ്റായി. വീട്ടുകാർ കൊണ്ടുവന്നാക്കണമല്ലോ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകില്ല. അപ്പൊ നിങ്ങൾ പാരന്റ്സ് ഒക്കെ എഴുന്നേറ്റ് വന്നിട്ട് എങ്ങനെ ആലോചിക്കണുള്ളൂ, ഓ പോണോല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ആരാണ് അതിൽ നിങ്ങൾ ചെയ്യുന്ന ലഘുഭാവമാണ്, കർമ്മഭാവമാണ്, എന്ത് ഭാവമാണ്? അതിൽ നിങ്ങൾ ചെയ്യുന്നത് ലഘുഭാവമാണ്, നിങ്ങളുടെ പാരന്റ്സ് ചെയ്യുന്നത് മാരകഭാവമാണ്. നമ്മുടെ തക്കുടൂസിനെ പള്ളിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആർക്കാ മോശം? തമ്പായിക്ക് ഇഷ്ടപ്പെടില്ല, തമ്പായി ഓടിക്കും. നിങ്ങൾക്ക് എത്രയും കാര്യമാണ് തമ്പായിക്ക്, തമ്പായി അപ്പനെ ഓടിക്കും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കാം. അപ്പൊ മാരകഭാവമാണ് ചെയ്യാൻ പോണ, വേഗം റെഡി ആയിട്ട് മര്യാദക്ക് എന്നെ വീട്ടിൽ കൊണ്ട് നയിക്കോ, അല്ല പള്ളി കൊണ്ട് നയിക്കോ, അല്ലെങ്കിൽ ശരിയാവില്ല. തമ്പായി ഉടക്കും, തമ്പായി ഉടക്കി ഞാൻ ഉടക്കും, ആകെ ടോട്ടലി സീനാവുന്ന പറഞ്ഞ് മനസ്സിലാക്കണം. പറയോ പാരന്റ്സിനോട്? അത് അവര് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ 5 മിനിറ്റ് കൂടി കിടന്ന് ഉറങ്ങോ? എന്തായാലും ഇതുപോലെ ഉറങ്ങിയതൊക്കെ പോട്ടെ, അവിടെ ഉറങ്ങിക്കോ. ഇനി ബാക്ക് ടു എന്താ പറയാ നോർമാലിറ്റി. നമ്മൾ കറക്റ്റ് കാര്യത്തിലോട്ട് വരണം. നോർമാലിറ്റി ഒന്നുമില്ല, കുറെ വലിയ വീഴുണ്ട്. അപ്പൊ അതൊന്നല്ല. അപ്പൊ പക്കായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളിത് ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് നല്ല രീതിയിൽ പോകാൻ പോണേണ്. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴേ പഠിക്കുക. മാരകഭാവം ചെയ്യരുത്, ലഘുഭാവം ചെയ്താൽ തന്നെ അതിൽ നമ്മൾ കൺഫസ് ചെയ്യണം. നമ്മൾ കുമ്പസാരിച്ച് അതും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം, ഫിസിക്കലി, മെന്റലി, ടോട്ടലി. ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു മുദ്രാവാക്യം. 4ാം ക്ലാസ്സുകാരുടെ മുദ്രാവാക്യം എന്താണ്? ടോട്ടലി ക്ലീൻ ആയിട്ടിരിക്കുക, ഫിസിക്കലി ക്ലീൻ ആയിട്ടിരിക്കുക, മെന്റലി ക്ലീൻ ആയിരിക്കുക, ടോട്ടലി ക്ലീൻ ആയിട്ടിരിക്കുക. അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ബ്രീഫ് ഔട്ട് ചെയ്തത്. മീൻസ് ബ്രീഫായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്, സ്ക്രീനിൽ വന്നിട്ടുണ്ട്. എന്താ സംഭവം ഒന്ന് വായിച്ച്, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. വായിച്ചോ? പാപം പ്രാഥമികമായി ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ്. പാപം പ്രാഥമികമായി ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദ്രോഹിക്കുന്നത് ദൈവത്തിനെ തന്നെയാണ്. നമ്മൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച, നമുക്ക് വേണ്ടി എന്താ പറയുക സ്വന്തം ജീവൻ 3 ആണികളിൽ തൂങ്ങി നിന്ന ആള് അത്രയും പീഡകൾ സഹിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ പാപം ചെയ്തതിൽ പിന്നെ പുള്ളിനെ വരുത്തിക്കണോ? പിന്നെ നമ്മൾ കൃഷിക്കായിരുന്നു. നമുക്കിത് സിനിമയെ കണ്ടിട്ട് തന്നെ പറ്റണില്ല. നേരിട്ട് ഇത് നമ്മളിനി കാണണോ? വേണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവർ ചെയ്യുന്നുള്ളത് വിട്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 4ാം ക്ലാസ്സിലാണ് നമ്മുടെ തക്കുടൂസും ഞാൻ, നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാം. അതിനൊക്കെ നമ്മുടെ പാരന്റ്സിനെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ടോട്ടലി പയ്യെ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ നമുക്ക് നല്ലൊരു എന്താ പറയുക സ്ട്രോങ് ബോണ്ടിങ് ഇൻ ലവ്. ഓക്കെ, നമുക്ക് ആ രീതിയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇത് ദൈവത്തിനെ ദ്രോഹിക്കരുത്. ദൈവത്തിനെ ദ്രോഹിക്കാതിരിക്കുന്ന നമ്മൾ പാപം ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, പാപം അവിടത്തോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. പാപം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാരന്റ്സിനെ നോക്കൂല, അപ്പൊ ഒന്നും നോക്കില്ല, അമ്മ നോക്കില്ല, ആരാണ് അവിടെ ഉള്ള ആരെയും നോക്കൂല. നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ദൈവം. നമ്മൾ ദൈവമായിട്ടൊരു ഗ്യാപ്പ് വരും, ആ ബന്ധം ഡിസ്കണക്റ്റഡ് ആവും, പയ്യെ ഡിസ്കണക്റ്റഡ് ആവും. പിന്നെ നമ്മൾ വിളിച്ചാൽ ഇപ്പുറത്ത് ഉണ്ടാവില്ല. മറ്റേത് വിളിച്ചു കഴിഞ്ഞാൽ അതെ എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ വേഗം വരും. പ്രത്യേകിച്ച് നിങ്ങളുടെ കീക്കി സൗണ്ട്, ഞാൻ പറയാറില്ല ഇടയ്ക്കിടയ്ക്ക് കീക്കി സൗണ്ട്. അപ്പൊ കീക്കി സൗണ്ട് ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. ഈ കുരുത്തക്കേടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പാവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ പോയിന്റ്, അതുവഴി സഭയോടുള്ള ബന്ധത്തിനും ക്ഷതമേൽക്കുന്നു. നമ്മള് പാപം വഴി ദൈവത്തെ ദ്രോഹിക്കുന്നു, നമ്മൾ ഗ്യാപ്പാവുന്നു. ഗ്യാപ്പാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും സഭയുമായിട്ട് ഒരു ഗ്യാപ്പ് വരും. ദൈവത്തിന് എന്താ പറയാ, നമ്മൾ ദൈവമായിട്ട് സംവദിക്കുന്ന മെയിൻ മേഖല, ഇത് മെയിൻ ഇതല്ലേ നമ്മുടെ ഇന്റർഫേസ് ആണ് സഭ എന്ന് പറയുന്നത്. സഭയിലൂടെയാണ് നമ്മൾ ദൈവത്തെ പറ്റി കൂടുതൽ അറിയുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, ദൈവത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് തിരുസഭയിലൂടെയാണ്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ദൈവികമായിട്ട് നമുക്ക് തരുന്നതൊക്കെ തിരുസഭയാണ്. തിരുസഭയായിട്ട് നമുക്കൊരു അകൽച്ച വരും. അപ്പോൾ ഇതിനൊക്കെ ബേസിക് എന്താണെന്ന് മനസ്സിലാക്കി കിടക്കിടക്ക് ഓർത്ത് പാപം ഒരിക്കലും പാപം ചെയ്യരുത്. അതാണ് സംഭവം, മറക്കരുത്. പിന്നെ അടുത്ത എന്താ സംഭവം? പാപം ചെയ്യുന്നത് വഴി നമുക്ക് ദൈവപ്രസാദം നഷ്ടമാകുന്നു. അബ്സല്യൂട്ട്ലി. ഇപ്പൊ നമ്മള് നന്മയിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, നമുക്ക് തെറ്റുന്നില്ല. പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സംഭവം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി എല്ലാം പഠിച്ച് റെഡി നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുക.
എഴുതി ചില പേപ്പറൊക്കെ വാങ്ങിച്ച് എഴുതുന്നു. നേരെ മറിച്ച് നമ്മളൊരു കോപ്പി മീൻസ് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കോപ്പി അടിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കോപ്പി അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരൊക്കെ അടിക്കുന്ന ടെൻഷൻ എന്താന്ന് പറയുമോ? നിങ്ങൾ തന്നെ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ വളരെ അടിപൊളിയായിട്ട് എഴുതുമ്പോൾ അവരിങ്ങനെ ആലോചിക്കും, ദൈവമേ അവൻ നോക്കുന്നുണ്ടോ, ഇവൻ നോക്കുന്നുണ്ടോ, സാറ് നോക്കുന്നുണ്ടോ, ക്യാമറ നോക്കുന്നുണ്ടോ, ടെൻഷൻ അടിച്ചില്ലേ, അവർക്കത് കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത്. നമ്മൾ പാപമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദൈവര പ്രസാദം നഷ്ടമാവും. നമ്മുടെ ഒരു എന്താ പറയാ അപ്പിയറൻസ് തന്നെ മാറിപ്പോകും. വളരെ ഗ്ലൂമായിരിക്കും, വളരെ ഒരു എന്താ പറയാ ഒരു ഇമോഷണൽ ഇതിലോട്ട് പോകും. നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മുടെ ചിന്ത വരെ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് പാപം ചെയ്ത് നമ്മുടെ ദൈവര പ്രസാദം നഷ്ടമാക്കാൻ ഇടവരുത്തരുത്. അടുത്ത കാര്യം, നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു. അപ്പോ എന്താ പറയാ, നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സമാധാനവും പോവും, നമ്മളെ സന്തോഷവും പോവും. പാപം ചെയ്യുന്നത് വഴി നമുക്ക് വേറൊന്നും ലഭിക്കാനില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പാപത്തെ മാക്സിമം അകറ്റി നിർത്തണം. ഈ കാര്യങ്ങൾ നിങ്ങൾ പാരന്റ്സിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, നിങ്ങളല്ലേ എനിക്ക് തന്നിരിക്കുന്നത്, അപ്പൊ ഞാൻ നിങ്ങളല്ലേ നോക്കുന്നു. നിങ്ങൾ പാരന്റ്സിനോട് പറയാം, പാപം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സമാധാനം പോവും. എന്താ പറയാ, പാപം എന്ന് പറയുമ്പോൾ എല്ലാം വരും കേട്ടോ. ഈ പറഞ്ഞ എന്താ പറയാ ഹാബിച്വൽ ആക്ഷൻസ് എല്ലാം വരും. അത് പപ്പേനോടും അമ്മയോടൊക്കെ പറഞ്ഞാൽ മതി. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, ദേഷ്യപ്പെടാതിരിക്കുക, കൺസിഡർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. പിന്നെന്താ പറയാ, വീട്ടിലാണ് നമ്മൾ ടൈം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നല്ല മിങ്കിൾ ചെയ്ത് നല്ല സൗണ്ട്ഫുൾ ആയിട്ട് ജീവിക്കുക, നല്ല എന്താ പറയാ സ്നേഹത്തിൽ നന്നായിട്ട് ജീവിക്കുക. അതാണ് മെയിൻ കാര്യം. അപ്പോൾ പാപം ചെയ്യരുത്. ഇനി അടുത്ത കാര്യം, മറ്റുള്ളവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകലുന്നു. നമ്മള് വീട്ടിൽ പോയി അടുക്കളയിൽ ഒരു സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് അകലും, അപ്പനിൽ നിന്ന് അകലും, നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊന്നിരിക്കും. സെയിം തന്നെ പാപം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഒരു അകൽച്ച ഫീൽ ചെയ്യും. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും. ഒരു കള്ളത്തരമില്ലേ, ഒരു എന്താ പറയാ ഒരു കുറുമ്പ് ഒരു സംഭവം, ആ ഒരു ഫീൽ ചെയ്യും. അതേപോലെ നമ്മളിങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും. അത് ടോട്ടലി അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരുടെ മുഖത്തോട്ട് നോക്കാനൊന്നും തോന്നില്ല. തോന്നാനില്ലാതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഇരിക്കാൻ തോന്നും, സമൂഹത്തിലോട്ട് പുറത്തിറങ്ങി നടക്കാൻ തോന്നും, അവർ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കില്ല. അതാണ് അടുത്ത കാര്യം. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് മെയിൻ കാരണം, അനുദപിക്കാതെ പാപത്തിൽ തന്നെ മരിക്കുന്നവർക്ക് നിത്യനാശമാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്താ പറയാ, നമ്മൾ തെറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന പെൻസിലിന്റെ മനോടിച്ചളയുക, പിന്നെ എന്താ പറയാ റബ്ബറിൽ എടുത്ത് അപ്പുറത്തോട്ട് എറിഞ്ഞളയുക, അല്ലെങ്കിൽ എന്താ പറയാ ഹോംവർക്ക് ചെയ്യാതിരിക്കുക, അതൊക്കെ തെറ്റാണ്. എന്നാൽ പോലും ചെറിയ കാര്യങ്ങളല്ല, വലിയ തെറ്റുകൾ ചെയ്തിട്ട് മരിക്കുന്ന സമയത്ത് പോലും എന്താ പറയാ അനുദപിക്കാതെ മരിക്കും. അവർക്ക് നിത്യനാശമാണ്. നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച്, നമ്മുടെ ക്രിസ്ത്യാനിറ്റി പറയുന്ന അനുസരിച്ച് മരണാനന്തര ജീവിതമല്ല, പക്ഷെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? നമ്മൾ സിമിത്തേരി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാറില്ലേ? മരിച്ചവരുടെ ഓരോ ആണ്ട് ദിവസം നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ അതുപോലെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അവർക്ക് ദൈവത്തെ കണ്ട് അവർ ദൈവത്തിന്റെ കൂടെ നിന്ന് എല്ലാം എന്താ പറയാ ആത്മാവ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവര് എന്താ പറയാ ഒരിക്കൽ പോലും അനുദപിക്കാതെ പാപത്തിൽ തന്നെയാണ് മരിക്കുന്നത് എന്നെങ്കിൽ നമ്മൾ എന്താ പറയാ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അവരും ഇതുപോലെ മുമ്പസാരിക്കാതെ അനുദപിക്കാതെ തെറ്റിൽ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യനാശം എന്നാണ് തിരിച്ചു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബ്രീഫായിട്ട് ഈ അനുരഞ്ജനം അല്ലെങ്കിൽ എന്താ പറയാ പാപത്തിന്റെ ഡിവിഷൻസ്, പാപത്തിൽ എന്തൊക്കെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി നോക്കാം. അപ്പൊ അടുത്ത ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് സംഭവം എന്താന്ന് വായിച്ചേ? പാപം മൂലം തകരുന്ന ബന്ധങ്ങൾ ഏതൊക്കെ ബന്ധങ്ങളാണ് തകരുന്നത്? ഫസ്റ്റ് ബന്ധം എന്താ? ദൈവത്തോടുള്ള ബന്ധം. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ട് ഗ്യാപ്പ്, ആ ബന്ധം അവിടെ കൊടുക്കും. അടുത്തത് സഹജീവികളോടുള്ള ബന്ധം. അതായത് എന്താ പറയാ ഓൾറെഡി പറഞ്ഞു, സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും, സമൂഹത്തിൽ നമ്മൾ അകന്നു നിൽക്കും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ നിന്നുള്ള ഒരു അകൽച്ച, സമൂഹമായിട്ടുള്ള ഒരു ബന്ധം അവിടെ കട്ടാവുകയാണ്, ഡിസ്കണക്റ്റഡ് ആവും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദൈവമായിട്ട് അകന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സഭയുമായിട്ടുള്ള ബന്ധവും ഗ്യാപ്പാവും. അപ്പൊ സഭയുമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെടും. മൂന്നാമത് സമൂഹവുമായിട്ടുള്ള ബന്ധം. സഭ കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാലാണ് സമൂഹമായിട്ട് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. സഹജീവികളോട് ഓൾറെഡി ഗ്യാപ്പാവും. നമ്മൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നേ പറ്റൂ. അപ്പൊ സമൂഹത്തിൽ നിന്ന് നമ്മൾ എന്താ പറയാ ഒരു സമൂഹമായിട്ടുള്ള ഒരു കണക്ഷൻ,
എന്താ പറയാ പുറത്തിറങ്ങുന്ന ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, അതൊക്കെ ഡിസ്കണക്റ്റഡ് ആവും. പിന്നുള്ളത് മെയിൻ കാര്യം പ്രകൃതിയോടുള്ള ബന്ധം. സമൂഹം ഇല്ല, ഇതുമില്ല, പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇറങ്ങാൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നീറി നിൽക്കുന്ന സംഭവം. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിരിക്കില്ല, നമുക്ക് പ്രകൃതിയായിട്ട് ഒരു ഗ്യാപ്പ് ആയിരിക്കും. അപ്പൊ ആ ബന്ധം അവിടെ കെട്ടിക്കണം. ഇപ്പൊ ടോട്ടലി പാപം മൂലം നമ്മൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ പാപം ചെയ്തു പോയി കഴിഞ്ഞാൽ ഏറ്റു പറഞ്ഞ് നമ്മൾ ആ പാപത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്ത് ഇനി പാപം ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ട് പാപം ചെയ്യാതെ നന്മയിലൂടെ മാത്രം ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം എന്താ നോക്കുക. ഇനി ജനറൽ കാര്യത്തിലോട്ട് പിന്നെ വരാം. നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞും ലെക്ചറിനോട്ടൊക്കെ എഴുതുന്നുണ്ടാ പറയുന്നത്, എഴുതണം. എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും എനിക്ക് 50-50 വാങ്ങാനുള്ളവരാണ്. മനസ്സിലായോ? നമ്മുടെ എല്ലാ സ്റ്റുഡൻസും 50-50 വാങ്ങാനുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് നോക്കാം. ഇത്തരം കാര്യങ്ങൾ എഴുതണം കേട്ടോ. ഇനി അടുത്ത കാര്യം, ഇപ്പൊ ബന്ധങ്ങൾ തകർന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി പാപം മൂലം തകർന്ന ബന്ധങ്ങള് പുനഃസ്ഥാപിക്കപ്പെടണം, അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് വരണം എന്നാണ് ഈശോ അല്ലെങ്കിൽ ദൈവം ആലോചിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു. അതായത് പാപം മൂലം മനുഷ്യൻ ഗ്യാപ്പായി, സമൂഹത്തിൽ നിന്ന് മാറി, സാഹചര്യങ്ങളോട് ഗ്യാപ്പായി, ദൈവത്തോട് ഗ്യാപ്പായി, പിന്നെ എന്താ പറയാ സൊസൈറ്റി ആയിട്ട് ഗ്യാപ്പായി, പ്രകൃതിയായിട്ട്. അപ്പൊ ടോട്ടലി എല്ലാ ബന്ധങ്ങളും വിട്ടു പോകുന്ന ആളുകൾ, അതായത് മനുഷ്യരായ നമുക്ക് വേണ്ടിയിട്ട് ദൈവം എന്താ ചെയ്ത്, നമ്മൾ വീണ്ടും ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഒരുമിച്ചിരിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലൂടെ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കാനും വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോ പാപം മൂലം തകർന്ന ബന്ധങ്ങൾ കോർത്തിണക്കാനും അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കാനും നമ്മെ നിത്യജീവനിലേക്ക് നയിക്കാനും ദൈവം ആഗ്രഹിച്ചു. ഈശോ മനുഷ്യനായി അവതരിച്ചത് പോലും തകർന്ന ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും പിതാവായ ദൈവവുമായി അനുരഞ്ജനപ്പെടാനും വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. ഭൂമിയിൽ അവതരിച്ച ശേഷം എന്താ ചെയ്ത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡകൾ സഹിച്ച് മരിച്ച് ഉയർപ്പിക്കപ്പെടുന്നു ഉദ്ധാനം. അതായത് ആ ഉദ്ധാനത്തിലൂടെയാണ് ദൈവവും നമ്മളുമായിട്ട് ഒരു അനുരഞ്ജനത്തിന് സാധ്യത ഒരുക്കിയത്. അത്തരത്തില് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ മരിച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത്. ബലിയർപ്പിച്ചതിന് ശേഷം ഈശോ എന്ത് ചെയ്തു, ഉദ്ധാനം ചെയ്തു. ആ ഉദ്ധാനത്തിലൂടെ നമുക്ക് രക്ഷ നൽകിയാണ്. രക്ഷ നൽകുക മാത്രമല്ല, നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ കോർത്തിണക്കി അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനും കൂടി കഴിഞ്ഞു. ദൈവത്തിന്റെ ആ പദ്ധതി അതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ പാപത്തിൽ മരിച്ചവരായിട്ട് ജീവിക്കാതെ നമ്മൾ പാപത്തിൽ നിന്നും ഉദ്ധാനത്തിലൂടെ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നന്മയിലൂടെ ജീവിക്കണം. അതാണ് അനുരഞ്ജനത്തിന്റെ ബേസിക്. അനുരഞ്ജനം എന്ന കൂദാശ അല്ലെങ്കിൽ അനുരഞ്ജനത്തിന്റെ നിത്യമായ ലക്ഷ്യം അതാണ്. പാപത്തിൽ നിന്നും മോചിതനായി നിത്യജീവനിലേക്ക് ഉദ്ധാനം ചെയ്യണം. അതാണ് അനുരഞ്ജനത്തിന്റെ ലക്ഷ്യം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ബാക്കി നമുക്ക് 15-ാമത്തെ ആഴ്ച, അത് അടുത്ത ആഴ്ചത്തോടെ ചാപ്റ്റർ നമുക്ക് തീർക്കാം. അതിൽ ഈശോ അനുരഞ്ജനം സ്ഥാപിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് 14-ാമത്തെ ആഴ്ചയെ ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾ പഠിക്കാനുള്ളത്, നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് പരീക്ഷയൊക്കെ ആയിട്ടുണ്ട്. ഒക്ടോബർ 2-ാമത്തെ ആഴ്ചയും 3-ാമത്തെ ആഴ്ചയായിട്ട് എക്സാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിക്കുക, നല്ല മാർക്ക് ഉണ്ടാവും. നിങ്ങൾ ഓൺലൈൻ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കുമോ നേരിട്ടായിരിക്കും, ഇതൊന്നും തീരുമാനമായിട്ടില്ല. എക്സാം എങ്ങനെയായിരിക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, സ്ട്രിക്റ്റ് ആയിട്ട് യാതൊരുവിധ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ നോക്കി എഴുതാനോ പുസ്തകം പറഞ്ഞാൽ സാധ്യതയില്ലാത്ത രീതിയിൽ ഞാൻ പരീക്ഷ നടത്തും. അതെങ്ങനെ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ആയിട്ടിരിക്കും. ഇതിപ്പോ സെപ്റ്റംബർ 1ാമത്തെ ആഴ്ചയായി. ഇനി ഒക്ടോബർ 2-ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 4 ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കണം കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കൈകൂപ്പി പിടിച്ച് കണ്ണടച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് ഇന്നേ ദിവസം അനുരഞ്ജനം എന്ന കൂദാശയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. യാതൊരുവിധ പാപവും ചെയ്യാതെ നന്മയിലൂടെ മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ
അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നന്മയിലൂടെ മാത്രം സഞ്ചരിക്കുന്നതിനായി അങ്ങയുടെ കാവൽ മാലാഖമാരെ ഞങ്ങളുടെ കൂടെ നടത്തണമേ. എല്ലാവരും കണ്ണൂർന്നേ. അപ്പോ ഈശ്വരശ്വസിയായിരിക്കട്ടെ, പാരന്റ്സ് ഈശ്വരശ്വസിയായിരിക്കട്ടെ. അപ്പോ നമ്മള് എന്താ പറയാ, ഒരാഴ്ച കൂടി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവരുടെ ആശംസകളും. കൊറോണയാണ്, ആരും പുറത്തേക്ക് ഓടിയൊന്നും നടക്കണ്ട. നന്നായിട്ട് ക്ലാസ് സ്കൂളിലെ കാര്യങ്ങൾ ശനിയാഴ്ച വരെ പഠിക്കുക. ശനി ഞായറും കാറ്റഗറിസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റിസർവ് ചെയ്യുക. പറയുന്ന ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുക. അതിനിടയിൽ വരുന്ന ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ചെയ്യുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. എനിവേ, അപ്പോ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു. നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും എന്നെ വിളിച്ചോ, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടാറ്റ, ബൈ.